ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NCCME കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് ഷെൽഫ് അല്ലെങ്കിൽ സ്റ്റോറേജ് ബോക്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സാണ്. അപ്പോൾ നമുക്ക് ഏത് സൈസിലുള്ളതാണോ വേണ്ടത്, അപ്പോൾ അത്യാവശ്യം ബുക്സൊക്കെ വെക്കാനാണെങ്കിൽ ഈ ഒരു സൈസിലുള്ളതായിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ച് താഴ്ത്തിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയറായിട്ട് മതിയെങ്കിൽ നേരെ കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അത് നമ്മൾ വരച്ച് വെച്ച അതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് 2-3 കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് ഇതേ ഒരു അളവ് എടുത്തിട്ട് ഇതിൻ്റെ വീതിയും നീളമൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു സ്ക്വയർ രൂപത്തിൽ എത്ര പാർട്ടായിട്ടാണോ നമുക്ക് വേണ്ടത് അങ്ങനെ ഞാനിപ്പം അളവ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ 3 കാർഡ്ബോർഡ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒരേ സൈസിൽ തന്നെ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ബോക്സിന് കൊടുത്ത അതേ ഒരു കർവ് ഞാൻ ഇതിനും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ എല്ലാം ഒന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സെല്ലോ ടാപ്പ് ചുമ്മാ ഒട്ടിച്ച് കൊടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടതൊരു വാൾ പേപ്പറാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ സ്റ്റിക്കർ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ആ ഒരു പേപ്പറോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ വേറെ എന്തെങ്കിലും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലെയിൻ ഷീറ്റ് യൂസ് ചെയ്താലും മതി. ഇതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ വാൾപേപ്പറൊക്കെ വാങ്ങി ബാക്കിയുണ്ടെങ്കിൽ അതെടുത്ത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ഇങ്ങനെ ചുറ്റും കവർ ചെയ്യുന്ന ആ ഒരു സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ, ഉൾഭാഗത്തും കൂടെ. അപ്പോൾ നമ്മൾ വേറെ വേറെ പീസ് ഒട്ടിക്കേണ്ട. അപ്പം മൊത്തത്തിൽ ആ അറ്റം മുതൽ ഇതിൻ്റെ ഈ ഒരു അറ്റം വരെ ഒട്ടിച്ചെടുക്കാൻ പാകത്തിനുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റിക്കറിൻ്റെ കവറൊന്ന് നീക്കിയിട്ട് ഞാനങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടിച്ചു കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ എഡ്ജിലൊന്ന് കട്ട് ചെയ്തിട്ട് വേണം താഴേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ 2 സൈഡിലും നമ്മൾ അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ബാക്കിയൊരു പോർഷൻ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ ആ ഒരു കർവ് ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് കവർ ചെയ്തിട്ട് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ താഴെ വരെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന പീസ് നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്ന് 2 സൈഡിലും അതേപോലെ തന്നെ ചെയ്തെടുത്തതാണ്. അപ്പം നമ്മൾ സ്റ്റിക്കർ മൊത്തമായിട്ട് നമ്മൾ റിമൂവ് ചെയ്തില്ല. നമ്മൾ ഓരോ ഭാഗം ക്ലിയർ ചെയ്ത് മെല്ലെയാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡാണ് ഇപ്പോൾ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷനും കൂടെ മെല്ലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ വാൾപേപ്പറൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കിയതിന് ശേഷം മെല്ലെ ഒന്ന് വലിച്ചു കൊടുത്ത് അങ്ങനെ ഒട്ടിച്ച് പോയാൽ മതി.
ഇതേപോലെ നമ്മൾ മറ്റേ അറ്റം വരെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ എക്സ്ട്രാ വരുന്ന ആ പോർഷന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് റെഡിയാക്കി കൊടുക്കണം, ആ കോർണറൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ 2 കോർണറിൻ്റെ 2 സൈഡിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കോർണറൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പം മറ്റേ പോർഷനും ഇതേപോലെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ വരുന്ന എക്സ്ട്രാ പോർഷനും കൂടെ നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ മുകളിലത്തെ ഭാഗം ഒട്ടിച്ചെടുക്കാനായിട്ട് എക്സ്ട്രാ വരുന്ന ആ പോർഷന് നമുക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കറക്റ്റ് ആ ഒരു സൈസിലാക്കിയിട്ട് നമ്മൾ ബാക്കി വരുന്ന ആ ഒരു പാർട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ചെറിയ ചെറിയ പീസ് വാൾ സ്റ്റിക്കറിൻ്റെയൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. മൊബൈലിനൊക്കെ കിട്ടുന്ന ചെറിയ ബോക്സില്ലേ, അതിനൊക്കെ ഇത് ഒട്ടിച്ച് കൊടുത്താൽ നമുക്ക് നല്ല ക്യൂട്ട് ബോക്സായിട്ട് നമുക്ക് മെഡിസിനും അതേപോലെ തന്നെ കുട്ടികളെ കളർ ഒക്കെ ഇട്ട് കൊടുക്കാനുള്ള നല്ല ബോക്സായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ മെല്ലെ ഇത് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് അടിഭാഗമാണ് ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ളത്. അതിനായിട്ട് നമ്മൾ പുറമേ തന്നെ അതേ ഒരു സൈസിൽ കട്ട് ചെയ്ത പേപ്പർ നമ്മൾ 2 കോർണറും കവർ ചെയ്യത്തക്ക രീതിയിൽ അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ സെയിം അളവിലുള്ള പേപ്പർ കട്ട് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ കോർണർ വരുന്ന സ്ഥലത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കോർണർ പോർഷൻ നമ്മളിപ്പോൾ കർവായത് ചെയ്തുകൊണ്ടാണ്. സ്ക്വയർ പോർഷൻ ആണെങ്കിൽ ഇതിലും കുറച്ചുകൂടെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കർവ് പോർഷൻ നമ്മൾ മെല്ലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. അതേപോലെ മറ്റേ ഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയാലും മതി. ഞാനിപ്പം കട്ട് ചെയ്ത് മാറ്റുന്നില്ല, ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന പോർഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇത് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ടും പിന്നെ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോക്സ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആ കട്ട് പീസൊക്കെ നിങ്ങൾ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാൾപേപ്പർ ആണെങ്കിൽ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്ട്രാ പോർഷന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതേ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇതും നമുക്ക് ഒട്ടിച്ചെടുക്കാം. സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിൻ്റെ പരിപാടി ഏകദേശം ഫിനിഷായി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത കാർഡ്ബോർഡിൻ്റെ പീസില്ലേ, അതും ഞാനിതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏതൊരു അളവിലാണോ നമുക്ക് സെപ്പറേഷൻ വേണ്ടത് അതൊന്ന് ആദ്യം ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ല ഗമ്മ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ബുക്കൊക്കെ സൂക്ഷിക്കുമ്പം അതങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഗമ്മ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം. ഫെവിക്കോൾ കൊണ്ടൊക്കെ ഒട്ടിക്കാം, എന്നാലും അത് എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് അറിയില്ല. അപ്പോൾ അത്യാവശ്യം ഒരു സ്ട്രോങ്ങിലുള്ള ഗമ്മ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും. പിന്നെ ഒട്ടിച്ച് അപ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യരുത്. കുറച്ച് നേരം നല്ലപോലെ റെസ്റ്റ് ചെയ്ത ശേഷം നല്ലപോലെ ഉണങ്ങിയ ശേഷം മാത്രം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ കണ്ടില്ലേ, നമ്മൾ അടിപൊളി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റോറേജ് ഷെൽഫ് അല്ല ബുക്ക് ഷെൽഫായിട്ട് യൂസ് ചെയ്യാനായിട്ട് അത് ഏറ്റവും നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ് ഇതേപോലെയുള്ള കാർഡ്ബോർഡ് ബോക്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.